എന്തായാലും അധികാരം ഊട്ടിയുറപ്പിക്കാനും CDF എന്ന് പറയുന്ന പദവിയിലേക്കുള്ള നിയമനത്തിനും വേഗം കൂട്ടാൻ വേണ്ടി ഇന്ത്യക്കെതിരെ ഒരു സംഘർഷം സൃഷ്ടിക്കാനായിട്ട് അസീം മുനീർ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ വികാരം ഒന്ന് ഊതി പെരുപ്പിക്കാനായിട്ട് സാധിക്കും. രാജ്യത്ത് വളർന്നു വരുന്ന ജനങ്ങൾക്കിടയിലെ പ്രതിസന്ധി, സൈനികർക്കിടയിലെ പ്രശ്നങ്ങൾ, ഇതിനെല്ലാം തന്നെ താൽക്കാലികമായ പരിഹാരം കാണാമെന്നും പറയുന്നു. അപ്പം ഇന്ത്യൻ ആർമിയും സുരക്ഷാ ഏജൻസികളുമൊക്കെ തന്നെ പാകിസ്ഥാന്റെ അതിർത്തിയിലെ നീക്കത്തെ വളരെ ഗൗരവത്തോടെ സൂക്ഷ്മതയോടെ തന്നെ വീക്ഷിക്കുന്നുണ്ട്. അതീവ ജാഗ്രതയോടെയാണ് നമ്മുടെ മുന്നേറ്റം നടക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ പാകിസ്ഥാനിൽ നിലവിൽ ഒരു സിവിലിയൻ ഭരണകൂടമുണ്ട്. ആ സിവിലിയൻ ഭരണകൂടത്തിന്റെ തലവനായ ഷഹബാസ് ഷെരീഫ് രാജ്യത്തിന് പുറത്തേക്ക് പോയിരുന്നു. സഹോദരനായിട്ടുള്ള നവാസ് ഷെരീഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അസീം മുനീർ അവിടേക്ക് വന്നാൽ ഒരുപക്ഷെ ഷഹബാസ് ഷെരീഫിന്റെ ജീവന് പോലും ഭീഷണിയാണ്. മാത്രമല്ല അസീം മുനീർ ആ പദവിയിലേക്ക് വരുന്നതോടുകൂടി പിന്നെ യാതൊരു അധികാരവുമില്ലാത്ത ഒരു പാവ പ്രധാനമന്ത്രിയായിട്ട് ഷഹബാസ് ഷെരീഫ് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കേണ്ട പ്രധാനമന്ത്രി ഇപ്പം അവിടെ നിന്ന് മാറി നിൽക്കുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ തലപ്പത്ത് നാഥനില്ലാത്ത ഒരവസ്ഥയും ഉണ്ടായിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.